ടോൾ പിരിവിന് അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. സർവീസ് റോഡ് നന്നാക്കിയെന്നായിരുന്നു NHAIയുടെ ന്യായീകരണം. എന്നാൽ സർവീസ് റോഡിന് വീതി കൂട്ടി ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല എന്ന് കോടതി നിയോഗിച്ച 3-അംഗ സമിതി ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് അടുത്ത മാസം 9 മാറ്റി. അതുവരെ ടോൾ പിരിവ് നടക്കില്ല. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, തട്ടിക്കൂട്ട് ന്യായങ്ങൾ പറഞ്ഞ് ടോൾ പിരിക്കാനുള്ള ശ്രമമായിരുന്നു NHAIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഹൈക്കോടതി അതിനെ നിരാകരിക്കുകയാണ്. അതുതന്നെയാണ് സംഭവിച്ചത്. ഒരു തട്ടിക്കൂട്ട് മാർഗത്തിലൂടെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തു വെച്ച് അതിന്റെ പേരിൽ ഈ ഓണക്കാലത്ത് ടോൾ കൊള്ള നടത്താനുള്ള ഒരു നീക്കമായിരുന്നു NHAIയും കരാർ കമ്പനിയും നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഈ ഓണക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ വാഹന ഗതാഗതത്തിന്റെ എണ്ണമൊക്കെ തന്നെ കൂടും. അപ്പോ വലിയ രീതിയിൽ പണം പിരിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ നീക്കത്തിന് നിന്നുകൊടുത്തില്ല. ഹൈക്കോടതി നേരത്തെ തന്നെ ഒരു 3-അംഗ സമിതിയെ കാര്യങ്ങൾ പരിശോധിക്കാൻ ഏൽപ്പിച്ചിരുന്നു. 1 ജില്ലാ കളക്ടർ, 2 ജില്ലാ പോലീസ് മേധാവി, 3 RTO. ഈ 3-അംഗ സമിതിയോടെ പരിശോധിച്ച ശേഷം ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചത് ഒരു ശാശ്വതമായ പരിഹാരം അവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ആ ഗതാഗത കുരുക്കിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ്. ആ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു പരിഹാരം എന്നത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല. പിന്നീട് ഈ ഒരു മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ സർവീസ് റോഡിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് വീണ്ടും ജനം പെരുവഴിയിലാവുന്നൊരു അവസ്ഥയുണ്ടാകും. അത് ജില്ലാ ഭരണകൂടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ഇതിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആ ടോൾ പിരിവിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 9 കേസ് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്തുള്ള ആ ടോൾ പിരിവ് എന്തായാലും നടക്കില്ല. അതിനിടയിൽ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ 3-അംഗ സമിതിയോട് അവിടെ പോയി പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഈ രീതിയിൽ തട്ടിക്കൂട്ട് പണിയുമായി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും പോയാൽ അവിടെ ടോൾ പിരിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം സുപ്രീം കോടതിയിലേക്ക് ഇവർ പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കാനുള്ള ഒരു നീക്കമായിരുന്നു ദേശീയപാത അതോറിറ്റി നടത്തിയത്. അതുകൊണ്ട് ഈ സുപ്രീം കോടതി ആ ഹർജി തള്ളുന്നതുവരെ അവിടെ കാര്യമായൊരു പ്രവൃത്തിയും അവർ നടത്തിയിരുന്നില്ല. സുപ്രീം കോടതിയിലും രക്ഷയില്ലാതെ വന്നതോടുകൂടിയാണ് അവിടെ ചില തട്ടിക്കൂട്ട് വിദ്യയൊക്കെ നടത്തി അതിന്റെ ചിത്രങ്ങളൊക്കെ ഹാജരാക്കി ആ കോടതിയിൽ നിന്ന് വീണ്ടും ടോൾ പിരിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയത്. പക്ഷേ ആ നീക്കം ഹൈക്കോടതിയിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതെ, ഏതെങ്കിലും രീതിയിൽ കുറച്ച് കുഴികൾക്ക് മുകളിൽ മണ്ണും ടാറും വാരിയിട്ട് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞാണ് ടോൾ പിരിക്കണമെന്ന് അനുവദിക്കാൻ ഹൈക്കോടതിയിലേക്ക് വീണ്ടും ദേശീയപാത അതോറിറ്റി എത്തിയത്. പക്ഷേ കൃത്യമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. എന്തായാലും അടുത്ത മാസം 9 വരെ എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഒരു തുടർ നടപടി ഉണ്ടാകില്ല. അതുവരെ ടോൾ പിരിക്കാൻ എന്തായാലും കഴിയില്ല. സെപ്റ്റംബർ 9 വരെ.